അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും പ്രിയമുള്ള ഹാജിമാരെ, ഇഹ്റാം അഥവാ നിയ്യത്ത് ഏതെല്ലാം രൂപങ്ങളിൽ ചെയ്യാമെന്നതാണ് ഇന്ന് നാം പഠിക്കുന്നത്. പരിശുദ്ധ ഹജ്ജിന് വിവിധ രൂപങ്ങളിൽ ഇഹ്റാം ചെയ്യാം. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാ? ഇഫ്റാദായി ഹജ്ജ് ചെയ്യുക. എന്താ ഇഫ്റാദ് എന്ന് പറഞ്ഞാൽ? അഥവാ ഹജ്ജ് കൊണ്ട് മാത്രമുള്ള ഇഹ്റാം. ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഞാൻ ഇഹ്റാമിലായി എന്ന കരുത്ത്. അറബിയിൽ നമ്മുടെ ബുക്കിലുണ്ടാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. ഇതാണ് ഇഫ്റാദായി നിയ്യത്ത് വെക്കുന്നതിൻ്റെ രൂപം. അത് മനസ്സിലാണ് വേണ്ടത്. ഏത് നിയ്യത്തും നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, അതിനായി അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇഹ്റാമിലായി എന്ന കരുത്ത് വേണ്ടത് മനസ്സിലാണ്. ആരെങ്കിലും ചൊല്ലിത്തരുന്ന അങ്ങനെ ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. അത് നമ്മൾ മനസ്സിൽ ആ നിയ്യത്ത് നമുക്കുണ്ടാവണം. അങ്ങനെ ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാം ചെയ്തു പരിശുദ്ധ മക്കയിൽ ചെന്ന്, സാധിക്കുമെങ്കിൽ കുദൂമിൻ്റെ തവാഫ് ചെയ്ത്, ശേഷം ഹജ്ജിൻ്റെ ഫർളായ സഅയ് ചെയ്ത്, പിന്നീട് മിന, അറഫ, മുസ്ദലിഫ, കല്ലെറിയൽ പോലുള്ള ഫർളുകളും സുന്നത്തുകളും വാജിബുകളുമൊക്കെ നിർവഹിച്ച് ഹജ്ജിൽ നിന്ന് പൂർണ്ണ വിരാമം നേടിയതിന് ശേഷം ആ മാസത്തിൽ, അഥവാ ദുൽഹജ്ജ് മാസത്തിൽ തന്നെ ഒരു ഉംറ കൂടി നിർവഹിക്കൽ വളരെ പുണ്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഇഫ്റാദ് എന്ന് പറയുക. അത് നാം പോകുന്ന സമയത്ത് ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്തു പോവുക. ഹജ്ജിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ദുൽഹജ്ജ് മാസം കഴിയുന്നതിന് മുമ്പ് ഉംറ നിർവഹിക്കുക. ഇതിനാണ് എന്ത് പറയുക? ഇഫ്റാദി എന്ന് പറയുക. രണ്ടാമത്തത് ഏതാ? തമത്തുആയി ഇഹ്റാം ചെയ്യുക എന്നതാണ്. അതെങ്ങനെയാണ്? ഹജ്ജ് മാസങ്ങളിൽ, ഹജ്ജ് മാസം ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ശവ്വാൽ മാസം, ദുൽഖഅദ മാസം, ഇത് രണ്ടും പൂർണ്ണമായും ദുൽഹിജ്ജയിലെ 9 ദിവസം അല്ലെങ്കിൽ 9.5 ദിവസം. അപ്പൊ ഈ ഹജ്ജ് മാസങ്ങളിൽ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്യുക. എന്നിട്ടോ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്തതിന് ശേഷം വിശുദ്ധ മക്കയിൽ ചെന്ന് ഉംറ നിർവഹിച്ചതിന് ശേഷം വിശുദ്ധ മക്കയിൽ വെച്ചോ അല്ലെങ്കിൽ ഉംറ ചെയ്ത മീഖാത്തിലേക്ക് തിരിച്ചുപോയോ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് ചെയ്യുന്ന രൂപമാണ്. ആദ്യമായി എന്ത് ചെയ്യണം? തമത്തുഇന് ഈ പറയപ്പെട്ട ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് മക്കത്ത് ചെന്ന് ഉംറ പൂർത്തിയാക്കുക. ശേഷം ഒന്നിരിക്കൽ മക്കത്ത് വെച്ച് തന്നെ, അപ്പൊ 60 ബന്ധാകും. അല്ലെങ്കിൽ നേരത്തെ ഉംറ ചെയ്ത മീഖാത്തിലേക്ക് തിരിച്ചുപോയി ഹജ്ജ് നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് തമത്തുഅ് എന്ന് പറയുക. നേരത്തെ ഇഫ്രാദിന്റെ നിയ്യത്തിൽ ഹജ്ജ് എന്ന ആ പദത്തിന് പകരം ഉംറ എന്ന പദമാക്കിയാൽ മതി. അപ്പൊ തമത്തുആയി ഉംറ ചെയ്യുന്നവരുടെ നിയ്യത്തായി മാറും. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈത്തുൽ ഉംറത. നേരത്തെ എങ്ങനെ നമ്മൾ നിയ്യത്ത് വെച്ചിരുന്നത്? നവൈത്തുൽ ഹജ്ജ എന്നായിരുന്നു. ഇവിടെ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ ഉംറക്ക് ഇഹ്റാം നിയ്യത്ത് വെച്ച് ഉംറ ചെയ്യാൻ കരുതി, അതിനായി ഞാൻ ഇഹ്റാമിലായി. പിന്നെ ലബ്ബൈക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന തൽബിയത്ത് പൂർത്തിയാക്കുക. ഇതാണ് രണ്ടാമത്തത്. 3 ഖിറാനാണ്. അഥവാ ഖിറാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജും ഉംറയും ഒന്നിച്ചുള്ള ഇഹ്റാം, ഒരുമിച്ച് നിയ്യത്ത് വെക്കുക രണ്ടിനും കൂടെ. നേരത്തെ പറഞ്ഞത് ആദ്യത്തേത് ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്യുന്ന രൂപമായിരുന്നു, രണ്ടാമത്തത് ഉംറക്ക് മാത്രം ഇഹ്റാം ചെയ്ത് രൂപമായിരുന്നു. ഇനിയോ മൂന്നാമത്തത് രണ്ടിനും കൂടെ ഒരുമിച്ച് ഇഹ്റാം ചെയ്യാം. എന്നിട്ടോ
ഹജ്ജിന്റെ അമലുകൾ മാത്രം ചെയ്താൽ മതി, രണ്ടിന്റെയും കൂലി അവന് കിട്ടും. അതേതുപോലെ അതിന് നിയ്യത്ത് എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈത്തുൽ ഹജ്ജ വൽ ഉംറത വ അഹ്റംതു ബിഹിമാ ലില്ലാഹി തആല. നേരത്തെ ബിഹി എന്നോ ബിഹ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെയോ വ അഹ്റംതു ബിഹിമാ ലില്ലാഹി തആല, ഞാൻ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കരുതി, അത് രണ്ടുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഞാൻ ഇഹ്റാമിലായി. എന്നിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ വ ഉംറത്തിൻ ലബ്ബൈക. പിന്നെയോ ഇവയിൽ ഈ മൂന്നിൽ ഏറ്റവും ഉത്തമം ഇഫ്രാദാണ്. ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ഉത്തമം, അഥവാ ഒന്നാമതായി പറഞ്ഞ രൂപം. ദുൽഹജ്ജ് 6 ശേഷം വരുന്നവർക്ക് ഏറ്റവും സുഖവും ഇതാണ്. സൗദിയിലെ വിവിധ ഏരിയകളിൽ നിന്ന്, അതുപോലെ UAE പോലുള്ള ഗൾഫ് കൺട്രികളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ ഇഹ്റാം ചെയ്യാനാണ് കൂടുതൽ സൗകര്യം, ഏറ്റവും അഫ്ദലായ രൂപവുമായി. പക്ഷേ ഹജ്ജിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു ഉംറ ചെയ്യണം, അപ്പോഴേ ഇഫ്രാദ് അഫ്ദലാവുള്ളൂ. അല്ലെങ്കിൽ ഇഫ്രാദിന്റെ പരിപൂർണ കൂലി ലഭിക്കും. ചെയ്തില്ലെങ്കിലും ഹജ്ജ് സ്വീകാര്യമാകും. ഇഫ്രാദായ ഒരാൾ ഹജ്ജ് ചെയ്തു, പക്ഷെ അവൻ എന്ത് സാധിച്ചില്ല, തിരിച്ച് കമ്പനിക്ക് ജോലിക്ക് പോവേണ്ടി വന്നു. ദുൽഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ അവന്റെ ഹജ്ജിന് കോട്ടമുണ്ടോ? ഒന്നുമില്ല, ഒരു താരാറുമില്ല. അവന്റെ മേൽ ഉംറ ചെയ്യൽ എന്തായി? ആ ഫർദോടെ ബാക്കി നിൽക്കുന്നു. അത് പിന്നെ അവൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ മതി. ചെയ്ത ഹജ്ജിന് എന്തില്ല, തടസ്സങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. അഥവാ ഈ യാത്രയിൽ തന്നെ ഉംറ ചെയ്യണമെന്നില്ല, പിന്നെ ചെയ്താലും മതി എന്നർത്ഥം. ദുൽഹജ്ജ് മാസം കഴിയുന്നതിന് മുമ്പ് ഉംറ ചെയ്യാൻ കഴിയാത്തവന് അവസാനം പറഞ്ഞ ഖിറാനാണ് നല്ലത്. ദുൽഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടാൽ പിന്നെ എന്താണ് നല്ലത്? അവസാനം പറഞ്ഞ ഖിറാനാണ്. അപ്പൊ ഒന്നാം സ്ഥാനത്ത് ഈ പറഞ്ഞ ഇഫ്രാദ്, രണ്ടാം സ്ഥാനം തമത്തുഇനാണ്. അഥവാ ആദ്യം ഉംറക്ക് ഇഹ്റാം ചെയ്ത് മക്കത്ത് പോകുന്നു, എന്നിട്ട് മക്കത്ത് വെച്ചോ അല്ലെങ്കിൽ തിരിച്ച് മീക്കാത്തിലേക്ക് പോയോ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് ചെയ്യുന്നു. ഇതിനാണ് രണ്ടാം സ്ഥാനം. തമത്തു ആയി ഉംറ നിർവഹിച്ച ആള് മീക്കാത്തിലേക്കോ തത്തുല്യ ദൂരത്തേക്കോ അതുമല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദൂരമുള്ള മീക്കാത്തിലേക്കോ തിരിച്ചുപോയി ഹജ്ജിന് ഇഹ്റാം ചെയ്തില്ലെങ്കിൽ, അഥവാ മക്കത്ത് വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് നിർവഹിച്ചാൽ അവന് ഫിദിയ നിർബന്ധമാകും. നേരത്തെ നാം ഇഹ്റാം ചെയ്യാതെ മീക്കാത്തുകളിൽ നിന്ന് വിട്ടുകടന്നവർക്ക് ഫിദിയ നിർബന്ധമാകണമെങ്കിൽ 4 or 5 ഷർത്തുകൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തമത്തു ആയി ഇഹ്റാം ചെയ്തവനും അറവ് നിർബന്ധമാവണമെങ്കിൽ 4 നിബന്ധനകൾ ഒത്തുവരണം. അവ വിശദമായി അവയുടെ ഫിദിയ എന്തൊക്കെയാണ്, അതെപ്പോഴാണ് നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഫിദിയയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ ആ 4 നിബന്ധനകളും ചുരുക്കി ഒന്ന് ഇവിടെ പറയാം. ഇവിടെ തമത്തുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒന്നെന്താ, അഥവാ തമത്തു ആയി ആദ്യമായി അവന്റെ നാട്ടിലെ മീക്കാത്തിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് മക്കത്ത് പോവുകയും എന്നിട്ട് മക്കത്ത് വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയും ചെയ്യുന്നതിനാണ് തമത്തു എന്ന് പറയാം. അങ്ങനെ തമത്തു ആയി ഇഹ്റാം ചെയ്ത് ഹജ്ജ് ചെയ്തവന് ഫിദിയ നിർബന്ധമാകും. ആ ഫിദിയ നിർബന്ധമാവണമെങ്കിൽ 4 നിബന്ധന ഉണ്ട്. ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ അവൻ അറുത്തു കൊടുക്കേണ്ടതില്ല. അതേതൊക്കെയാണ്? ഒന്ന്, അവൻ മക്ക നാട്ടുകാരനാവാതിരിക്കണം, മക്കാരനല്ലാതിരിക്കണം. മക്ക നാട്ടുകാരനായ ഒരു സൗദി മക്കയിൽ വെച്ച് ഹജ്ജ് മാസങ്ങളിൽ ഉംറ ചെയ്യുകയും അതേ വർഷം ഹജ്ജും ചെയ്താൽ അവന് ഫിദിയ കൊടുക്കേണ്ടതില്ല. അപ്പൊ ആരെക്കുറിച്ച്? മക്കാരൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരനാണ്. നമ്മളെക്കുറിച്ച് ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് പോലെ മക്കാരൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരനാണ്. അതേസമയം അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഹജ്ജ് മാസങ്ങളിൽ ഉംറ ചെയ്യുകയും പിന്നീട് അതേ വർഷം ഹജ്ജും ചെയ്താൽ അവന് ഫിദിയ നിർബന്ധമാകും. അവനെ കുറിച്ച് മുഖീമി എന്നാണ് പറയാ, മുസ്തൗത്തിന് എന്നല്ല. നാട്ടുകാരന് അവനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ തമത്തുഇന്റെ ഫിദിയ നിർബന്ധമാവാനുള്ള ഒന്നാമത്തെ നിബന്ധന മക്കയിലെ സ്ഥിര താമസക്കാരനാവാതിരിക്കണം എന്നതാണ്. അവൻ ഫിദിയയിൽ നിന്ന് ഒഴിവാകും. രണ്ടാമത്തെ നിബന്ധന എന്താ? അവൻ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തത് ഹജ്ജ് മാസങ്ങളിലാവണം. ഒരാൾ റമദാൻ 29-നോ 30-നോ ഒക്കെ ഉംറ ചെയ്തു, എന്നാൽ അവന് പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. അവന് തമത്തുവായി പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പം അവൻ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തത് ഹജ്ജ് മാസങ്ങളിലാവണം. ഷവ്വാൽ മാസം, ദുൽഖഅദ് മാസം, ദുൽഹിജ്ജ മാസം, ഈ 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ഉംറ ചെയ്തവനാവണം.
റമദാനിൽ ഉംറക്ക് ഇഹ്റാം ചെയ്തു മക്കത്തേക്ക് പോയി ഉംറ ചെയ്തു, അവിടെ കൂടി ഒരാൾ പിന്നീട് ഉംറയൊന്നും ചെയ്തില്ല. ശവ്വാൽ 1 മുതൽ അവൻ ഉംറ ഒന്നും ചെയ്തിട്ടില്ല. ഹജ്ജിന്റെ സമയമായപ്പോൾ അവർ എന്ത് ചെയ്തു? ഹജ്ജ് ചെയ്താൽ അവന് ഫിദിയ നിർബന്ധമില്ല. അവന് എന്തല്ല, ഫിദിയ നിർബന്ധമില്ല എന്നല്ല, അവന്റെ ആ ഹജ്ജിനെ കുറിച്ച് തമത്വ ഹജ്ജ് എന്നും പറയില്ല. കാരണം എന്താണ്? അവൻ ഉംറ ചെയ്തിട്ടില്ലല്ലോ. അവൻ ഉംറ, മൂന്നാമത്തെ നിബന്ധന എന്താ? അവൻ ഉംറക്ക് ഇഹ്റാം ചെയ്ത മീഖാത്തിലേക്കോ, ഉദാഹരണമായി നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവർ ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഉംറയുടെ മീഖാത്ത് ഏതായിരിക്കും? ഒന്നിരിക്കൽ യലംലമായിരിക്കും, അല്ലെങ്കിൽ കർണുൽ മനാസിലായിരിക്കും. അവൻ ഉംറക്ക് ഇഹ്റാം ചെയ്ത മീഖാത്തിലേക്കോ തത്തുല്യ ദൂരത്തേക്കോ, അതുമല്ലെങ്കിൽ ദൂരദിക്കുൽ നിന്ന് വരുന്നവരുടെ മറ്റു മീഖാത്തുകളായ ദുൽഹുലൈഫ, കർണുൽ മനാസിൽ, ദാത്തുർക്ക്, യലംലം, പിന്നെ ജുഹ്ഫ പോലുള്ള മീഖാത്തുകളിലേക്കോ, അതുമല്ലെങ്കിൽ വിശുദ്ധ മക്കയിൽ നിന്ന് 2 മർഹല ദൂരത്തേക്കോ തിരിച്ചുപോയി ഹജ്ജിന് ഇഹ്റാം ചെയ്യാതിരിക്കണം. അവൻ എന്ത് ചെയ്തു? ഉംറ ചെയ്തു. ഹജ്ജ് മാസങ്ങളിൽ തന്നെയാണ് ഉംറ ചെയ്തത്. ദുൽഹജ്ജ് മാസം 5 6 ഒക്കെ അവനെന്ത് ചെയ്തു? അവന് ഉംറക്ക് ഇഹ്റാം ചെയ്ത മീഖാത്തിലേക്ക് തിരിച്ചു പോകുന്നു. അത് ചിലപ്പോൾ ജിദ്ദയിൽ വെച്ചാവാം, അവിടേക്ക് തിരിച്ചു പോയാൽ മതി. വേറൊരാള് ഇഹ്റാം ചെയ്ത് റിയാദിൽ നിന്നായിരിക്കും, അപ്പൊ റിയാദിൽ നിന്ന് വരുന്ന സമയത്തുള്ള മീഖാത്തിലേക്ക് തിരിച്ചു പോയാൽ മതി. ഏതാണോ അവൻ എവിടെ വെച്ചാണോ ഇഹ്റാം ചെയ്തത് ഉംറക്ക്, അതേ ഇഹ്റാമിലേക്ക്, അതേ മീഖാത്തിലേക്ക് തിരിച്ചുപോയി. ഇനി അതേ മീഖാത്ത് വേണമെന്നില്ല, എന്ത് മതി? മറ്റേതെങ്കിലും മീഖാത്ത് മതി. ഈ പറയപ്പെട്ട ദുൽഹുലൈഫ, കർണുൽ മനാസിൽ പോലുള്ള ഏതെങ്കിലും ഒരു മീഖാത്തിലേക്ക് തിരിച്ചു പോയാൽ മതി. ഇനി അതുമല്ലെങ്കിൽ അവൻ വിട്ടുകിടന്ന മീഖാത്തിലേക്ക് എത്ര കിലോമീറ്ററാണ് മക്കത്തുള്ളതെന്ന് നോക്കി അത്രയും കിലോമീറ്റർ പിന്നിലേക്ക് പോയാൽ മതി. ഇനി അതും വേണ്ട. 2 മർഹല എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്റർ എന്നാണ് നമ്മുടെ നാട്ടിലെ ഉലമാഉം ആലിമീങ്ങളും ഇമാമികളൊക്കെ പറഞ്ഞത്. മറ്റൊരു വിഭാഗം 82 മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാവട്ടെ, 2 മർഹല ദൂരത്തേക്ക് തിരിച്ചു പോയോ ഉംറക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്തു വന്നാൽ അവനും എന്തില്ല? അറവ് കൊടുക്കേണ്ടെന്ന ആവശ്യമില്ല, ഫിദിയയില്ല. ഇനി 4ാമത്തെ നിബന്ധന എന്താ? അതേ വർഷം തന്നെ ഹജ്ജ് ചെയ്യുകയും വേണം. ഒരാൾ ഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്തു, അങ്ങനെ മക്കത്ത് കഴിച്ചുകൂട്ടി, ജോലി ആവശ്യാർത്ഥോ മറ്റോ അദ്ദേഹം മക്കത്ത് കഴിച്ചുകൂട്ടി. പക്ഷേ ഹജ്ജിന്റെ സമയമായപ്പോൾ അയാൾ ഹജ്ജ് ചെയ്തില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന്റെ മാസങ്ങളിലൊക്കെ ഉംറ ചെയ്തിട്ടുണ്ട്, നിരവധി ഉംറ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ആ വർഷം അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിനും എന്തില്ല? ഫിദിയ കൊടുക്കേണ്ടെന്ന ആവശ്യമില്ല. അപ്പൊ ഇതാണ് തമത്തുഇന്റെ, അല്ലെങ്കിൽ തമത്തു ആയി ഹജ്ജ് ചെയ്തവന് അറവ് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കുക. എന്നാൽ ഈ അറവിൽ നമുക്ക് ഒഴിവാകാൻ, ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു. ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇന്ന് മെട്രോ സൗകര്യമുണ്ട് മക്കത്തിൽ നിന്ന് മദീനയിലേക്ക്. ആ മദീനയിലേക്ക് മെട്രോയില് ദുൽഹജ്ജ് 5-നോ 6-നോ ഒക്കെ മക്കത്തിൽ നിന്ന് എന്ത് ചെയ്തു? മദീനയിലേക്ക് പോയി. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 150 അല്ലെങ്കിൽ 180 ഒക്കെ റിയാൽ കൊടുത്താൽ റിട്ടേൺ ടിക്കറ്റ് കിട്ടും. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? മദീനത്ത് പോയി ഇഹ്റാം ചെയ്തു വന്നാൽ അവൻ അറവ് കൊടുക്കേണ്ടതില്ല. 600 700 റിയാൽ ഒരാടിന് കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് അവന് രക്ഷപ്പെടാം. മാത്രമല്ല അവന്റെ ഹജ്ജ് പരിപൂർണ രൂപത്തിലാവുകയും ചെയ്യും. കാരണം എന്തായി തമത്തു എന്ന് പറഞ്ഞാൽ തന്നെ അറവ് നിർബന്ധമാകാനുള്ള കാരണം എന്താ? മീഖാത്ത് ലാഭിച്ചു എന്നതാ. ഒരാൾക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ മീഖാത്ത് വേണമല്ലോ. ആ മീഖാത്ത് ആർക്കില്ല? തമത്തുവിനില്ല. അവൻ ഉംറക്ക് വേണ്ടിയിട്ട് മീഖാത്തിൽ പോയിട്ടുള്ളൂ. മീഖാത്തിൽ നിന്ന് അവൻ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. ഇനി മറ്റൊരു ഫർളാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജിന് അവൻ മീഖാത്തിൽ വെച്ചല്ല ഇഹ്റാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവന് ഫിദിയ നിർബന്ധമായത്. ഇയാളെന്ത് ചെയ്യുന്നു? മദീനയിലേക്കോ മറ്റു മീഖാത്തിലേക്കോ തിരിച്ചു പോയാൽ അദ്ദേഹത്തിന് മീഖാത്ത് കിട്ടി. അതുകൊണ്ട് തന്നെ അറവും നിർബന്ധമില്ല. മദീനയിലേക്ക് മെട്രോ വഴിക്ക് പോയാലുള്ള ഗുണമെന്താ? ചെക്കിങ്ങുകളും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ 2 മണിക്കൂർ കൊണ്ട് മദീനത്തെത്തും. ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ യലംലമിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന സൗദി ടാക്സികൾ ഉണ്ടാവും. തായിഫിലെ മീഖാത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന സൗദി ടാക്സികൾ ഉണ്ടാവും. അത്തരം ടാക്സികളിൽ വിശ്വസ്തരായ സൗദികൾ മുഖേന എന്ത് ചെയ്യുക? നമ്മുടെ ഐഡികളെല്ലാം കയ്യിൽ പിടിച്ച്, കഴിയുമെങ്കിൽ പാസ്പോർട്ട് അടക്കം കയ്യിൽ പിടിച്ച് ദുൽഹജ്ജ് 6-നോ 7-നോ ഏതെങ്കിലും ഒരു മീഖാത്തിലേക്ക് കൂട്ടമായി ഒരു 6-ഓ 7-ഓ ആളുകൾ ഒരുമിച്ചുകൂടി ഒരു ടാക്സി വിളിച്ച് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുണ്ടാകും. ഈ ടാക്സിക്കാർക്ക് അറിയാം പോയി വരാൻ പറ്റുമോ, ചെക്കിങ്ങുകളിൽ കുടുങ്ങുമോ എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ നമ്മളെപ്പോഴും എന്ത് വേണം?
നമ്മുടെ എല്ലാ തിരിച്ചറിയൽ ഐഡികളും രേഖകളും നമ്മുടെ കയ്യിലുണ്ടാവണം. അത് നഷ്ടപ്പെടാനും പാടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടെ സൂക്ഷിക്കണം. അങ്ങനെ പോയി ഏതെങ്കിലും ഒരു മീക്കാത്തിലേക്ക് പോയി വന്നാൽ ഈ പറയപ്പെട്ട അറവിൽ നിന്ന് രക്ഷപ്പെടുകയും അവന്റെ ഹജ്ജ് പരിപൂർണ രൂപത്തിലാവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ പുറത്തു പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് ദുൽഹജ്ജ് 8 കാത്തിരിക്കരുത്. കഴിയുന്നതും നേരത്തെ ചെയ്യുക. 8 ആവുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമ്മെ പിടിക്കപ്പെടുകയോ ചെക്കിങ്ങുകളിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റിലും പെട്ടുപോയി അല്ലാഹു കാക്കട്ടെ ഒക്കെ ചെയ്താൽ പിറ്റേന്നെന്താണ്? അറഫ ദിവസമാണ്. നമ്മുടെ അറഫ നഷ്ടപ്പെട്ടു പോകും. ഒരു എംബസിക്കോ ബന്ധപ്പെട്ടവർക്കോ ബന്ധപ്പെട്ട് നമ്മളെ മോചിപ്പിച്ച് കൊണ്ടുവന്ന് അറഫയിൽ നിൽക്കുന്ന ഫർള് കിട്ടാൻ സാധിക്കാതെ വന്നാൽ എന്താ ഇപ്പോൾ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകും. അതിനവസരം വരാതിരിക്കാൻ വേണ്ടി ദുൽഹജ്ജ് 6 7 ഇങ്ങനെ മീക്കാത്തിലേക്ക് പോകാൻ ശ്രമം നടത്തുന്നവർ പോകേണ്ടത്. അപ്പം അത് അവരുടെ റിസ്കിൽ എന്ത് ചെയ്യണം? പോയിട്ട് വരണം. അത് നന്നായി അന്വേഷിച്ച് പോയി വരുന്നവർക്ക് വല്ല പ്രശ്നങ്ങളുമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് മക്കയിൽ ഇഷ്ടം പോലെ എല്ലാ സംഘടനകളുടെയും വളണ്ടിയേഴ്സ് ഉണ്ടാവും. അവരോട് ചോദിച്ചാൽ ഇതൊക്കെ അറിയാനും പറ്റും. അപ്പം 3 തരം ഇഹ്റാമുകളിൽ വെച്ച് 1ാമത്തെ സ്ഥാനം ഇഫ്രാദിനാണെന്നും 2ാമത്തെ സ്ഥാനം തമത്തുഇനാണെന്നും പറഞ്ഞു. 3ാമത്തെ സ്ഥാനം ഏതിനാണ്? ഖിറാനാണ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ടിനും കൂടെ ഒരുമിച്ച് ഇഹ്റാം ചെയ്യുക. ഒരമല് കൊണ്ട് 2ന്റെയും കൂലി കിട്ടും. ഹജ്ജിന്റെ അമല് ചെയ്താൽ തന്നെ ഉംറന്റെയും കൂലി കിട്ടും. അതിനാണ് അത് പറയുന്നത്. പിന്നെ ഇവനും ഫിദിയ നിർബന്ധമാണ്. ഇവനും ഇതുപോലെ ഉംറക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് മീക്കാത്തിലേക്ക് പോവാത്തത് കൊണ്ട് ഈ ഖിറാനായി ഇഹ്റാം ചെയ്താലും അവനും എന്ത് വേണം? അറവ് നിർബന്ധമാണ്. പിന്നെ ഇഹ്റാമിന് ഇനിയും 1-2 രൂപങ്ങളുണ്ട്. മുത്തലക്ക ഇത്ലാഖ് എന്ന നിലക്ക് ഇഹ്റാം ചെയ്യാൻ. നുസുക്ക് ഞാൻ എന്ത് ചെയ്തു? നുസുക്ക് ചെയ്യാൻ കരുതി. നുസുക്ക് എന്ന് പറഞ്ഞാൽ ഉംറയും പെട്ടു, എന്ത് പെട്ടു? പിന്നെ ഹജ്ജും പെട്ടു. എന്നിട്ട് മക്കത്ത് ചെന്നിട്ട് ഏതാണോ തീരുമാനിച്ചതിന് അനുസരിച്ച് ഉംറയോ ഹജ്ജോ പൂർത്തിയാക്കാം. അതേപോലെ ഒരാൾ ഞാൻ അമീർ നിയ്യത്ത് വെച്ചതനുസരിച്ച് ഞാനും വെച്ചു. അമീർ എന്താണോ കരുതിയത് അത് ഞാനും കരുതി. എന്നാലും എന്ത് ചെയ്യുക? മക്കത്തെത്തിയതിന് ഷമീറിനെ കണ്ട് ചോദിക്കുക, നിങ്ങളെങ്ങനെ ഇഹ്റാം ചെയ്തത്? ഖിറാനായിട്ടാണോ തമത്തുആയിട്ടാണോ ഇഫ്രാദായിട്ടാണോ എങ്ങനെയാണോ അദ്ദേഹം ഇഹ്റാം ചെയ്തത് അങ്ങനെ ഇദ്ദേഹത്തിനും ഹജ്ജ് അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാവുന്ന. പക്ഷേ അത് രണ്ടും പ്രയോഗത്തിലില്ലാത്തത് കൊണ്ടും കൺഫ്യൂഷൻ ആകുന്നത് കൊണ്ടും അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇനി ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്താൽ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ പാടില്ലാത്തതും നിഷിദ്ധമായ കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.